പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസിംഹാസനം ഇടിഞ്ഞ് ശെറൂബീന്മാരുടെയും സാറാഫീന്മാരുടെയും അവിരാമമായ സ്തുതിഗീതങ്ങൾ മാറ്റിവെച്ച് എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം ഈ ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ അൾത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന സ്നേഹനാഥനായ ഈശോയെ, അവിടുത്തെ തിരുമുൻപിൽ അടിയങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിക്കുന്നു. പാപികളും ബലഹീനരുമായ ഞങ്ങളെ തേടി വന്ന സ്വർഗത്തിൻ്റെ ജീവനായകനെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, എൻ്റെ ഉള്ളങ്കയിൽ ഞാൻ നിന്നെ കോറിയിട്ടിരിക്കുന്നു എന്ന് വാഗ്ദാനം ചെയ്ത കാരുണ്യവാനായ യേശുവേ, ലോകം മുഴുവൻ നിങ്ങളെ കൈവിട്ടാലും ഉറ്റവരും ഉടയവരും ഞങ്ങളെ തള്ളിപ്പറഞ്ഞാലും നിന്ദനങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും താഴ്വരകളിലൂടെ ഞങ്ങൾ നടക്കേണ്ടി വന്നാലും അവിടുത്തെ കരുതലിൻ്റെ കരങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ടെന്ന വലിയ ബോധ്യം ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു തരണമേ. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. സ്വർഗീയ പിതാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ദിവ്യകാരുണ്യനാഥ, അവിടുത്തെ തിരുമുൻപിൽ ഈ നിമിഷമായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ അവിടുത്തേക്കായി ഞങ്ങൾ മലർക്കെ തുറന്നിടുന്നു. വാടിയ മുഖത്തോടെ, തകർന്ന ഹൃദയത്തോടെ, ആരും അറിയാതെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്ന വലിയ സങ്കടങ്ങളുമായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ തിരുമാറോട് ചേർത്ത് പിടിക്കണമേ. മനുഷ്യരോട് പറഞ്ഞാൽ അവർ ഞങ്ങളെ പരിഹസിച്ചേക്കാം, എന്നാൽ എൻ്റെ കണ്ണുനീരിൻ്റെ ഓരോ തുള്ളിയും എൻ്റെ ഈശോ കാണുന്നുണ്ടെന്നും എൻ്റെ സങ്കടങ്ങളുടെ ആഴം എൻ്റെ നാഥൻ അറിയുന്നുണ്ടെന്നുമുള്ള വലിയ വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. നാഥ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തു പോയ സകല പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു, പശ്ചാത്തപിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ കാരണം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ സകല അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ അവിടുത്തെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെല്ലാം പരിഹരിച്ച് അവിടുത്തെ പ്രിയ മക്കളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. യേശുവേ നിനക്ക് സ്തുതി, യേശുവേ നിനക്ക് ആരാധന, യേശുവേ നിനക്ക് നന്ദി. ദിവ്യവൈദ്യനായ യേശുവേ, അവിടുത്തെ അത്ഭുതകരമായ സൗഖ്യദായകമായ കരങ്ങളിലേക്ക് ഈ നിമിഷം വിവിധങ്ങളായ രോഗങ്ങളാൽ ഭാരപ്പെട്ട് കഠിനമായ വേദന സഹിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ വ്രണങ്ങൾ ഞാൻ വെച്ചുകെട്ടും, നിന്റെ മുറിവുകൾ ഞാൻ ഉണക്കും എന്ന് വാഗ്ദാനം ചെയ്ത എൻ്റെ ഈശോയെ, അവിടുത്തെ ജീവിക്കുന്ന സാന്നിധ്യം ഇപ്പോൾ ഈ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ. വർഷങ്ങളായി രോഗക്കിടക്കയിൽ കഴിയുന്നവർ, നിത്യവും മരുന്നുകൾ കഴിച്ചിട്ടും ഒരു കുറവും ലഭിക്കാതെ നിരാശരായിരിക്കുന്നവർ, വലിയ ഓപ്പറേഷനുകൾക്ക് വിധേയരാകാൻ ഭയന്നു നിൽക്കുന്നവർ, ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ ശരീരത്തെ വേട്ടയാടുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടവർ, എല്ലാവരെയും ഈ നിമിഷം അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങളാൽ തൊടണമേ. അസഹനീയമായ വേദന അനുഭവിക്കുന്ന ഓരോ അവയവങ്ങളിലേക്കും യേശുവിൻ്റെ ദിവ്യരക്തം ഒഴുകട്ടെ. ശരീരത്തിലെ എല്ലാ ക്യാൻസർ കോശങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ. ഹൃദയത്തിലെ ബ്ലോക്കുകൾ, സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, ഡയാലിസിസ് ചെയ്യുന്നവരുടെ വേദനകൾ, ലിവർ സിറോസിസ്, ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ, ഗർഭപാത്ര സംബന്ധമായ സങ്കീർണതകൾ, തൈറോയിഡ്, അമിത പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ എന്നീ രോഗങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വലിയൊരു വിടുതൽ ഈ മക്കളിലേക്ക് കടന്നു വരട്ടെ. നട്ടലിനും അസ്ഥികൾക്കും നാഡികൾ ബാധിച്ചിരിക്കുന്ന തേയ്മാനങ്ങളും കഠിനമായ വേദനകളും യേശുവിൻ്റെ തിരുരക്തത്താൽ ഉണങ്ങട്ടെ. തലവേദനകൾ, മൈഗ്രെയിൻ, കാഴ്ചക്കുറവുകൾ, കേൾവിക്കുറവ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ എന്നിവയെല്ലാം പൂർണ്ണമായി സൗഖ്യപ്പെടട്ടെ. ഡോക്ടർമാർ വിധിയെഴുതി കൈവിട്ടതാണെങ്കിലും എൻ്റെ ഈശോയ്ക്ക് എന്നെ സൗഖ്യപ്പെടുത്താൻ കഴിയും എന്ന ജീവനുള്ള വിശ്വാസം ഇവരിൽ നിറയട്ടെ. മാനസികമായി തകർന്നിരിക്കുന്നവർക്ക് ഡിപ്രഷൻ, വിഷാദരോഗം, ഉത്കണ്ഠ, അകാരണമായ ഭയം, രാത്രികളിൽ ഉറക്കമില്ലായ്മ എന്നിവയാൽ വലയുന്നവർക്ക് അവിടുത്തെ സ്വർഗീയ സമാധാനം ലഭിക്കട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ ഈ ശരീരങ്ങളെയും മനസ്സുകളെയും പൂർണ്ണമായി കഴുകി വിശുദ്ധീകരിച്ച് വലിയൊരു സൗഖ്യം നൽകുന്നതിനായി നന്ദി ഈശോയെ. മഹത്വം ഈശോയെ. സ്വർഗീയ പിതാവേ, സാമ്പത്തിക തകർച്ചകളിൽപ്പെട്ടുഴലുന്ന, കടഭാരങ്ങളിൽ ശ്വാസം മുട്ടുന്ന ഓരോ മക്കളെയും ഈ സമയം അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. കടം കയറി മുടിഞ്ഞ് ഇനി എങ്ങനെ മുൻപോട്ട് ജീവിക്കണമെന്നറിയാതെ ജീവനൊടുക്കാൻ വരെ ചിന്തിക്കുന്ന അനേകർ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നാളെ നേരം വെളുക്കുമ്പോൾ കടക്കാർ വന്ന് അവഹേളിക്കുമോ, വീടും വസ്തുവും ജപ്തി ചെയ്യുമോ എന്നൊക്കെയുള്ള ഭയം മൂലം രാത്രികളിൽ കണ്ണീരൊഴുക്കുന്നവർ, ബിസിനസ് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചവർ, വിശ്വസിച്ച വ്യക്തികളിൽ നിന്ന് ചതിക്കപ്പെട്ടവർ, പകലോന്തി അധ്വാനിച്ചിട്ടും കടത്തിൻ്റെ പലിശ പോലും അടച്ചു തീർക്കാൻ കഴിയാത്തവർ, അർഹതയുണ്ടായിട്ടും ജോലി ലഭിക്കാതെ കഷ്ടപ്പെടുന്ന യുവതി യുവാക്കൾ, ഈശോയെ നീ എല്ലാവരെയും കാണുന്നുവല്ലോ. 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം വരുന്ന വലിയ ജനക്കൂട്ടത്തെ പോഷിപ്പിച്ച് അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ ഈശോയെ, ഈ മക്കളുടെ സാമ്പത്തിക ശൂന്യതയ്ക്ക് മേൽ അവിടുത്തെ വലിയ അത്ഭുതം സംഭവിക്കട്ടെ.
അടഞ്ഞുകിടക്കുന്ന സകല സാമ്പത്തിക വഴികളും യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ദാരിദ്ര്യത്തിൻ്റെ സകല ശാപക്കെട്ടുകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പൊട്ടിത്തകരട്ടെ. കൊടുക്കാനുള്ള കടങ്ങളെല്ലാം മാനത്തോടെ കൊടുത്തു തീർക്കാൻ ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ അത്ഭുതകരമായി നീ ഒരുക്കണമേ. ബാങ്കുകളിലെയും വ്യക്തികളിലെയും കടബാധ്യതകൾ തീർക്കാൻ പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിറ്റുപോകാതെ കിടക്കുന്ന വസ്തുവകകൾ ന്യായമായ വിലയ്ക്ക് വിറ്റുപോകുവാൻ തടസ്സമായി നിൽക്കുന്ന സകല അന്ധകാര ശക്തികളും മാറിപ്പോകട്ടെ. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുവാനുള്ള പണമെല്ലാം തടസ്സങ്ങളില്ലാതെ തിരികെ ലഭിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ഇവരുടെ വിയർപ്പിനെയും കൈകളുടെ അധ്വാനത്തെയും തൊട്ട് അനുഗ്രഹിക്കണമേ. കുടുംബം പുലർത്താൻ അർഹിക്കുന്ന നല്ല ജോലികൾ ലഭിക്കുവാനും തൊഴിലിടങ്ങളിൽ അർഹമായ ഉയർച്ചയും പ്രമോഷനും ഉണ്ടാകാനും കൃപ നൽകണമേ. സ്വർഗത്തിലെ കലവറകൾ തുറന്ന സമൃദ്ധിയായി അനുഗ്രഹങ്ങൾ ഈ വീടുകളിലേക്ക് ഒഴുകട്ടെ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വന്തമായ ഒരു ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവിടുന്ന് വഴി തുറക്കണമേ. കർത്താവേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് ആരാധന. സകലത്തെയും നവീകരിക്കുന്ന ജീവന്റെ അപ്പമായ ഈശോയെ, അവിടുത്തെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഞങ്ങൾ കൂടുതൽ ആഴങ്ങളിൽ ഇറങ്ങിച്ചെല്ലുന്നു. എൻ്റെ കുടുംബത്തിൽ വലിയ സമാധാനം നൽകണമേ. പരസ്പരം കലഹിക്കുന്ന, സ്നേഹമില്ലാതെ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവിടുത്തെ ദിവ്യസ്നേഹം നിറയ്ക്കണമേ. അവർക്കിടയിലുള്ള സകല അകൽച്ചകളും തെറ്റിദ്ധാരണകളും മാറിപ്പോകട്ടെ. വഴിതെറ്റിപ്പോകുന്ന മക്കളെ ഓർത്ത്, ലഹരികൾക്കും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട മക്കളെ ഓർത്ത് രാത്രികളിൽ കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ ഒപ്പേണമേ. മക്കൾക്ക് നല്ല ബുദ്ധിയും ദൈവഭയവും ജ്ഞാനവും നൽകി അവരെ അവിടുത്തെ ചിറയിൻ കീഴിൽ സംരക്ഷിക്കണമേ. വർഷങ്ങളായി മക്കളില്ലാതെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് അവിടുത്തെ അത്ഭുതകരമായ വന്ധ്യതാ നിവാരണം നൽകി കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. വിവാഹം നടക്കാതെ തടസ്സങ്ങൾ നേരിട്ട് വിഷമിക്കുന്ന യുവതിയുവാക്കൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്തി നൽകണമേ. കുടുംബങ്ങളിലെ സകല അശാന്തികളും മാറ്റി അവിടുത്തെ സ്വർഗീയ സന്തോഷവും സമാധാനവും കളിയാടട്ടെ. ശത്രുക്കളുടെ സകല ഉപദ്രവങ്ങളിൽ നിന്നും കണ്ണേറുകളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ തന്ത്രങ്ങളിൽ നിന്നും യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അതിരുകൾ കെട്ടി ഞങ്ങളെയും ഞങ്ങളുടെ വീടുകളെയും സംരക്ഷിക്കണമേ. ഓ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പ്രകാശത്തിൻ്റെ ഉറവിടമായ ജീവനുള്ള നാഥ, ഈ അൾത്താരയിൽ നിന്ന് പ്രവഹിക്കുന്ന വലിയ ദൈവിക പ്രകാശം ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരുടെയും മേലും ഭവനങ്ങളുടെ മേലും പതിക്കട്ടെ. ഇവരുടെ കുടുംബങ്ങളിലെ അന്ധകാര ശക്തികളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ പിന്മാറട്ടെ. രോഗങ്ങൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. കടബാധ്യതകൾ അത്ഭുതകരമായി തീരട്ടെ. ദുഃഖങ്ങൾ സകലതും ശാശ്വതമായ സന്തോഷമായി മാറട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും എന്ന് അരുളി ചെയ്ത അവിടുത്തെ തിരുവചനം ഈ മക്കളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. ഇവരുടെ സകല സങ്കടങ്ങളും നാളെ ലോകത്തിനു മുമ്പിൽ വലിയ സാക്ഷ്യങ്ങളായി മാറട്ടെ. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഈ മക്കളുടെ ജീവിതത്തിലും കുടുംബത്തിലും അത്ഭുതങ്ങളുടെ പുതിയ അധ്യായങ്ങൾ തുറക്കപ്പെടട്ടെ. എല്ലാം അവിടുത്തെ തിരിഹിതം പോലെ അവിടുത്തെ സമയത്ത് സൗന്ദര്യമായി സംഭവിക്കട്ടെ. നാഥ, സകല മഹത്വവും സ്തുതിയും ആരാധനയും അങ്ങേക്ക് മാത്രം ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്വർഗീയ പിതാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.